തൃശ്ശൂർ ജില്ലയുടെ ടീമാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ കാലത്ത് ഇന്ന് പുലർച്ചെ 3:30 ബസ് ഇറങ്ങിയിട്ട് ഞങ്ങളുടെ റൂമിലൊക്കെ താമസിച്ചു. കാലത്ത് കാപ്പിയെല്ലാം കുടിച്ച് ഇവിടേക്ക് എത്തി. നല്ല അന്തരീക്ഷമാണ് ഇവിടുത്തെ. പൊതുവെ നല്ല രീതിയിലുള്ള കാഴ്ചപ്പാടും സീനറീസും എല്ലാം മനസ്സിന് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും നമ്മള് സംസ്ഥാന ക്യാമ്പിന് തെരഞ്ഞെടുത്ത ഈ സ്ഥലം വളരെയധികം ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് തൃശ്ശൂർക്കാരായാലും ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ നല്ല ആംബിയൻസും സൈ. ഇത്രയധികം ആൾക്കാർ ഒരുമിച്ച് ഇരിക്കാൻ പറ്റാറില്ല പലതും. ഇതിപ്പോ എല്ലാം ഒരുമിച്ച് എല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഒരു നല്ലൊരു ആംബിയൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. കേരള ചിത്രകല പരിഷത്ത് സംസ്ഥാന കമ്മിറ്റിയുടെ ഈ ക്യാമ്പ് വളരെ വിജയകരമായി. തേക്കടിയില് ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തിയത് വളരെയധികം സന്തോഷം. നമുക്ക് വളരെയധികം സൗകര്യമായിട്ട് തോന്നി. പ്രകൃതി കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിരുന്നു. സന്തോഷമുണ്ട്. സ്ഥലം തന്നെയാണ് അതിന്റെ വിജയം. ഒരു മനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടൊരു പ്രകൃതി അത് തന്നെയാണ് നമുക്ക് വരയ്ക്കുന്നത്. എങ്ങനെ വരച്ചാലും ഇത് ഏത് ഭാഗം നോക്കി വരയ്ക്കുകയാണെങ്കിലും അതിമനോഹരമായിട്ടുള്ള സൃഷ്ടികൾ ഉണ്ടാക്കാൻ സാധിക്കും. ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് വളരെ ഹാപ്പിയാണ് എല്ലാവരും തോന്നുന്നു. ഇടുക്കി ക്യാമ്പ് ഇപ്പൊ നമ്മളിപ്പോ 4 ക്യാമ്പിൽ ഞാൻ പങ്കെടുത്ത ആളാണ്. ഇതിന് പിന്നെ ആലപ്പുഴ, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി. ഓരോ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ അനുഭവമാണ്. ഇതിപ്പോ നമുക്ക് ഇവിടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായ സ്ഥലമായിരുന്നു. ഇത് ഭയങ്കര വൈബാണ്. കാരണം നമുക്ക് മനസ്സിലൊരു ഭയങ്കര ഒരു സന്തോഷം നൽകുന്ന സ്ഥലം. പിന്നെ എല്ലാ ഡിഫറെന്റ് ആയ കലാകാരന്മാർ. ഇപ്പൊ ഞാൻ മ്യൂറൽ ആർട്ടിസ്റ്റ് ആണ്. പുള്ളി മ്യൂറൽ ആർട്ടിസ്റ്റ് ആണ്. മ്യൂറൽ ആർട്ടിസ്റ്റ്മാർ ചെയ്യുന്നത് മ്യൂറലിൽ നിന്ന് ഇച്ചിരി വ്യത്യാസപ്പെടുത്തിയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സ്കെച്ച് ഇടുവാണ്. അപ്പൊ നമുക്ക് വ്യത്യസ്തമായ ഒരുപാട് കലാകാരന്മാരെ ഇതിനകത്ത് നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്നുണ്ട്. പല പല കഴിവുകൾ. ഇപ്പൊ ഇതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങളൊക്കെ ഇതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇതൊക്കെ ഒരു ഫാഷനായി വരുന്ന ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും നല്ല സന്തോഷം നൽകുന്ന ഒരു ക്യാമ്പാണ്. ഉച്ചയ്ക്ക് നല്ല ഫുഡ് ഉണ്ടായിരുന്നു. രാവിലെ ചായയും കഴിയുണ്ടായിരുന്നു. നല്ല അനുഭവം. താങ്ക് യു. പിന്നെ ഈ ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താ പറയുക, നല്ലൊരു പീസ്ഫുള്ളായ ഏറ്റവും വലിയൊരു സ്ഥലമാണ് ഈ തേക്കടി എന്ന് പറയുന്നത്. കാരണം എല്ലാ 2-3 സ്റ്റേറ്റുകളുടെ ഒരു ബോർഡറായിട്ട് വരികയും എല്ലാവർക്കും ഇവിടെ നിന്ന് വരയ്ക്കാൻ നല്ലൊരു അന്തരീക്ഷവും ഉണ്ട്. അപ്പോൾ അത് കൂടാതെ ഒരുപാട് ആർട്ടിസ്റ്റുമാർ പങ്കെടുക്കുന്നത് കൊണ്ട് സംസ്ഥാന ലെവലിലായതുകൊണ്ട് ഒരുപാട് പേര് പങ്കെടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുവാനും അവരോടൊപ്പം തന്നെ ചെലവഴിക്കാനും കഴിയുന്നത് ചിത്രകാരന്മാർക്ക് വലിയൊരു കാഴ്ചപ്പാടാണ്. അതെല്ലാവരും അത് ഉൾക്കൊള്ളുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഏറ്റവും കൂടുതൽ ചിത്രം വരയ്ക്കുന്നതിനേക്കാളും കൂടുതൽ പഠിക്കുവാൻ ഉള്ളൊരു സാഹചര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല പല ഡിഫറെൻ്റ് രീതിയിലുള്ള ആർട്ടിസ്റ്റുമാരാണ് ഇവിടെ പങ്കെടുക്കുന്നത്. ഇപ്പോൾ കണ്ണൂർ മുതൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കാസർഗോഡ് എൻ്റെ മുതൽ ട്രിവാൻഡ്രം വരെയുള്ള ആൾക്കാർ, കലാകാരന്മാർ പങ്കെടുക്കുന്നുണ്ട്. പല പല മേഖലകളിൽ പങ്കെടുക്കുന്ന ടീച്ചേഴ്സും മറ്റുള്ളവരൊക്കെ. അപ്പം അത് ഈ പറഞ്ഞ പോലെ തന്നെ അതൊരു മുതൽക്കൂട്ടാണ്. ഇടുക്കി ക്യാമ്പ് ഭയങ്കര അനുഭവമാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഇത് ഈ ചിത്രകലാ പരിഷത്ത് സംസ്ഥാന ലെവലിൽ തന്നെ എല്ലാ ജില്ലകളിലുള്ളൊരു ആർട്ട് ഗ്രൂപ്പാണ്. 1961 രൂപീകരിച്ചൊരു ഗ്രൂപ്പാണ്. അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ തന്നെ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇങ്ങനെയുള്ളൊരു എക്സിബിഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീകൾ ഉൾപ്പെടെ ചിത്രകലയുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് പ്രവർത്തിക്കാം. ഇപ്പൊ പല ആളുകളുടെ അടുത്ത് പരിശോധിച്ചാൽ ഇപ്പൊ ഈ സ്ത്രീകള് ശരിക്കും വീടുകളിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഒതുങ്ങുന്ന ആൾക്കാരെ വരും. ഇങ്ങനെ ക്യാമ്പുകളും അതുപോലെ തന്നെ എക്സിബിഷനുകളൊക്കെ ഉള്ളപ്പോൾ അവർക്ക് കൂടുതലായി ഇപ്പൊ നമ്മുടെ ക്യാമ്പുകളിൽ കാണുന്ന കൂടുതലായി സ്ത്രീജനങ്ങളാണ്. പ്രത്യേകിച്ച് പ്രായമുള്ള അമ്മമാരും കൊച്ചുകുട്ടികളും ഉൾപ്പെടെ ഈ ചിത്രകലയുടെ ലോകത്തേക്ക് കടന്നു വരും. ഇങ്ങനെയുള്ള ക്യാമ്പുകളിലേക്ക് വരുമ്പോൾ അത് ഇവിടുത്തെ ഒരു പ്രത്യേകത പ്രശസ്തരായിട്ടുള്ള ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലുള്ള തന്നെ പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാരെ അറിയുവാനും അവരുടെ സൃഷ്ടികളെ കുറിച്ച് പഠിക്കുവാനും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നു. അതിൻ്റെ ഭാഗമായതിൽ വളരെ സന്തോഷം. എല്ലാവിധ ആശംസകൾ. കോഴിക്കോട് ജില്ലയിലാണ് വരുന്നത്. കുറ്റ്യാടി. പേര് ശ്രീജിത് ബോസ്. നമ്മുടെ ഈ ക്യാമ്പിനെ കുറിച്ച് എന്താ? ക്യാമ്പ് നല്ല അടിപൊളി വൈബായിട്ടുള്ള നല്ല സ്ഥലമാണ്. നല്ല ലൊക്കേഷനാണ്. വരയ്ക്കാൻ നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ്. അടിപൊളി തന്നെ. അതെ, തേക്കടിയുടെ ഒരു അത് തന്നെ ഈ വരയ്ക്കാൻ. ജില്ലക്കാരൻ ഇടുക്കി ജില്ല? ഞാൻ ഇടുക്കിയിലായിരുന്നു എന്റെ കുട്ടിക്കാലം. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പ് എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ആണ്. ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ് താമസിച്ചിരുന്നത്. 7ാം ക്ലാസ് ഞാൻ ഇവിടെ പഠിച്ചത്. അപ്പൊ ഞാനിങ്ങനെ നമ്മുടെ ഈ സ്വന്തം നാട്ടിലെ ഈ ക്യാമ്പിനെ കുറിച്ച് വിലയേറിയ ഒരു അഭിപ്രായം. പരിഷത്തിന്റെ ഭാഗമായിട്ട് ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റിയത് എന്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. എന്റെ മോനെയും ഹസ്ബൻഡും അമ്മയൊക്കെ ആയിട്ടാ വന്നത്. അപ്പൊ അവരുമായിട്ട് ഇങ്ങനെ ഇതിൽ പങ്കെടുക്കാനുള്ള ഒരു
എന്താ പറയാ ഒരു ഭാഗ്യം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇത്രയും പേരുടെ കൂടെ നമ്മളും പങ്കുചേരുമ്പോൾ ഒരുപാട് അനുഭവങ്ങളാണ്. നമ്മുടെ കുറവുകൾ എന്താണ്, ഓരോരുത്തരുടെയും വരയിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അങ്ങനെ എന്താ പറയാ അതൊക്കെ നിരീക്ഷിക്കാനും നമുക്കും അതിൽ നിന്ന് പഠിക്കാനും ഒക്കെ ഒരു നല്ല അവസരമാണ് നമ്മുടെ ചിത്രകലാ പരിഷത്ത് ഒരുക്കിയിരിക്കുന്നത്. എല്ലാ പരിഷത്തിന്റെ പ്രവർത്തകർക്കും ആശംസകൾ നേരുന്നു. സന്തോഷം. എൻ്റെ പേര് സുപ്രിയ എന്നാണ്.